ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലാണ്. പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ മനിശ്ശേരി എന്ന ഗ്രാമത്തിലാണ് വരിക്കാശ്ശേരി മന നിൽക്കുന്നത്. വരിക്കഞ്ചേരി പിന്നീട് വരിക്കാശ്ശേരിയായി എന്നാണ് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി കലകണ്ടൂർ കുടുംബത്തിന് നൽകിയ 6 ഏക്കർ സ്ഥലത്താണ് വരിക്കാശ്ശേരി മന നിൽക്കുന്നത്. ഏകദേശം 300 വർഷം പാരമ്പര്യമുള്ള ഈ കുടുംബത്തിന്റെ 5ാം തലമുറക്കാരാണ് ഇപ്പോൾ ഉള്ളതെന്നും അവർ ഇപ്പോൾ താമസിക്കുന്നത് കീഴൂർ എന്ന സ്ഥലത്ത് ആണ് എന്നുമാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ വളരെ പ്രൗഢിയായി തന്നെയാണ് വരിക്കാശ്ശേരി മന നേരിട്ട് കാണാൻ. മനയുടെ പുരയിടത്തിൽ കയറിയാൽ നമുക്ക് പ്രധാനമായും 3 കെട്ടിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു ചെറിയ കെട്ടിടം, ക്ഷേത്രം, ക്ഷേത്രക്കുളം എന്നിവയുമുണ്ട്. മനയുടെ കാര്യങ്ങൾ ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. പ്രധാന കെട്ടിടത്തിന്റെ അടിത്തറ പെരുന്തച്ഛൻ നിർമ്മിച്ചതാണ് എന്നാണ് വിശ്വാസം. അടിത്തറയുടെ കണക്കനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തച്ചൻ ഒരു കിണർ കുഴിപ്പിച്ചിട്ടുണ്ട്. അതായത് കന്നിമൂലയിൽ കിണർ പാടില്ല എന്ന് വാസ്തുവിദഗ്ധർ പരക്കെ പറയുന്ന ഈ സമയത്ത് ഇത് കാണുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. 19ാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ കാണുന്ന മനയുടെ നിർമ്മാണം തുടങ്ങിയത്. 1902 ഇന്ന് കാണുന്ന കൊത്തിയെടുത്ത ചെങ്കല്ലിൽ തീർത്ത മനയുടെ നിർമ്മാണം പൂർത്തിയായത്. കേരളത്തിലെ അതിപുരാതനമായതും പാരമ്പര്യമുള്ളതുമായ നമ്പൂതിരി തറവാട് വീടുകളിൽ ഒന്നാമതാണ് വരിക്കാശ്ശേരി മന. പ്രധാന കെട്ടിടത്തിൽ അതിവിശാലമായ പൂമുഖം, അകത്തളം, വരാന്ത, അടുക്കള, അടുക്കളോട് ചേർന്നുള്ള കിണർ, കൂടാതെ 74ഓളം റൂമുകൾ എന്നിവ ചേർന്നതാണ്. ഒറ്റത്തടിയിൽ തീർത്ത നിരവധി തൂണുകൾ, തടിയിൽ തീർത്ത കൊത്തുപണികളോട് കൂടിയ മച്ചുകൾ, വാതിലുകൾ, ജനാരകൾ, കൂടാതെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ചുവർ ചിത്രങ്ങൾ എന്നികൊണ്ട് സമ്പന്നമാണ് വരിക്കാശ്ശേരി മന. കയറി ചെല്ലുമ്പോൾ നമുക്ക് അതിവിശാലമായ പ്രൗഢിയോടുകൂടിയ പൂമുഖം കാണാം. ആ പൂമുഖം നേരിൽ കാണുമ്പോൾ മനസ്സിൽ തട്ടിയ പല സിനിമകളും നമ്മുടെ ഓർമ്മയിൽ വരും. കാരണം നമ്മൾ മലയാളികൾ മറക്കാനാവാത്ത 180ഓളം ചിത്രങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചത്. അതിൽ പല ചിത്രങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ തീർത്ഥം എന്ന സിനിമയാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ചത്. 1987 തീർത്ഥം എന്ന സിനിമ ചിത്രീകരിച്ചത്. ഈ പൂമുഖം കാണുമ്പോൾ 6ാം തമ്പുരാനിലെ ജഗന്നാഥനെയും ദേവാസുരത്തിലെ നീലകണ്ഠനെയും ഓർക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. പ്രൗഢിയോടുകൂടിയ പ്രധാന വാതിലും കടന്ന് അകത്തേക്ക് കയറിയാൽ നമുക്ക് വീണ്ടും കുറെ ചുവർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇതിനിടയ്ക്കായി പറയാൻ, ഞങ്ങൾ ചെന്നപ്പോൾ നിരവധി ആളുകൾ മന കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആയതിനാൽ വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അറിയാത്ത ആൾക്കാരല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറെ നേരം നോക്കിയിരുന്നു. സമയം പോകുന്നതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പോയി. അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് അതിവിശാലമായ നടുമുറ്റത്തേക്കാണ്. ചുറ്റും വരാന്തകളോട് കൂടിയ നടുമുറ്റത്ത് മന കാണാൻ വന്ന കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. അവിടെ ഒരു തുളസിത്തറയുണ്ട്. ഞങ്ങളും കുറെ സമയം അവിടെ ഇരുന്നു. വീണ്ടും അകത്തേക്ക് കയറിയാൽ അതിവിശാലമായ അടുക്കളയാണ്. കൂട്ടുകുടുംബമായി താമസിച്ചത് കൊണ്ട് തന്നെ ഇത്രയും വലിയ അടുക്കളയും വർക്കേരിയും എല്ലാം അന്ന് അത്യാവശ്യമായിരിക്കാം. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ കോരാവുന്ന കിണർ ഈ അടുക്കളയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. വെള്ളം 2 ഭാഗങ്ങളായി നിന്ന് കോരാൻ കഴിയുന്ന വൃത്തമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടികൊണ്ടുള്ള കപ്പിയിലായിരുന്നു വെള്ളം കോരിയിരുന്നത്. കിണറ്റിൽ വെള്ളം കോരുന്ന ഭാഗത്തായി കല്ലിൽ തീർത്ത കുഴിയുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അതിന്റെ ഒരു ഭാഗത്തായി ഒരു ഓവുണ്ട്. വെള്ളം കോരുമ്പോൾ അധികമായി തുളുമ്പുന്ന വെള്ളം ഒഴുക്കിക്കളയുന്നതിനാണ് ഈ ക്രമീകരണം. എല്ലാവർക്കും കയറാൻ സാധിക്കും വിധം കോവയണിയോട് കൂടിയ തട്ടിൻപുറം അടുക്കള ഭാഗത്ത് കാണാൻ സാധിക്കും. മനയുടെ മുകളിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. മനയുടെ പഴക്കം മൂലമാണ് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. മന ഇപ്പോൾ വി ഹരിദാസ് എന്ന ആളിന്റെ ഉടമസ്ഥതയിലും ഒരു ട്രസ്റ്റിന്റെ കീഴിലുമാണ് പ്രവർത്തിച്ചു വരുന്നത്. പാരമ്പര്യമായ ആചാരങ്ങൾ നിലനിർത്തി പോകുന്നത് ഈ ട്രസ്റ്റിന്റെ കീഴിലാണ്. ഉടമസ്ഥർ ആരും തന്നെ ഇപ്പോൾ ഇവിടെ താമസമില്ല. ഈ കാണുന്നത് ഇവിടുത്തെ പത്തായപ്പുരയാണ്. നിങ്ങൾക്കറിയാമോ, കാര്യസ്ഥൻ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട 2 തറവാടുകളിൽ ഒരു തറവാട് ചിത്രീകരിച്ചത് ഈ പത്തായപ്പുരയിലാണ്. 4 നിലകളായിട്ടാണ് ഈ പത്തായപ്പുര പണിതിരിക്കുന്നത്. കാളവണ്ടിയും മറ്റും ഇറക്കുവാൻ പാകത്തിലുള്ള നിലവറയാണ് പണിതിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ധാന്യങ്ങൾക്ക് വേണ്ടിയുള്ള പത്തായവും അതിനു മുകളിലുള്ള റൂമുകൾ കാര്യസ്ഥന്മാർക്കും അതിഥികൾക്കും ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രധാന സ്റ്റെയർകേസ് കൂടാതെ ഒരു സ്പൈറൽ സ്റ്റെയർകേസ് ഇവിടെയുണ്ട്. ഇതുകൂടാതെ വേറൊരു കെട്ടിടവും നമുക്ക് കാണാൻ സാധിക്കും. മനയിൽ ജനസംഖ്യ കൂടിയപ്പോൾ അധികമായി പണി കഴിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. മനയോട് ചേർന്ന് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. വരിക്കാശ്ശേരി മന ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ ശ്രീകൃഷ്ണനെ കൂടാതെ അയ്യപ്പൻ, ശിവൻ എന്നിവർ ഉപദേവതകളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നിത്യപൂജ നടക്കുന്ന ക്ഷേത്രമാണ്. കുംഭമാസത്തിലെ ഉത്രട്ടാതിയിലാണ് ഉത്സവം നടക്കുന്നത്. 3 ദിവസത്തെ ഉത്സവമാണിത്. എല്ലാവരും മനയുടെ എൻട്രൻസിൽ കൂടി തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഉത്സവത്തിന്റെ അവസാന ദിവസം അന്നദാനം നടത്താറുണ്ട്. എല്ലാ പ്രധാന ദിവസങ്ങളിലും മനയുടെ അധികാരികൾ എത്താറുമുണ്ട്. നമ്മൾ പല സിനിമയിലും ഈ തിറവാട്ടിൽ ഒരു പടിപ്പുര കാണാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇവിടെ അങ്ങനെ ഒരു പടിപ്പുര ഇല്ല. നമ്മൾ ആദ്യം കണ്ട ഗേറ്റ് മാത്രമേ ഇവിടെ. എന്നാൽ ക്ഷേത്രത്തിലേക്ക് ഒരു പടിപ്പുര നമുക്ക് കാണാൻ സാധിക്കും. അതിവിശാലമായ പടിപ്പുര.
ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വലിയ ക്ഷേത്രക്കുളം നമുക്ക് കാണാൻ സാധിക്കും. 54 സെന്റോളം ഉള്ള ഒരു അതിവിശാലമായ ക്ഷേത്രക്കുളമാണ്. വളരെ ആഴമുള്ള കുളമായതിനാൽ ഈ കുളത്തിൽ ഇറങ്ങാൻ ഇപ്പോൾ അനുവാദമില്ല. ഇവിടെ രാവിലെ 9:30 മുതൽ 5 മണി വരെയാണ് സന്ദർശന സമയം. കഴിഞ്ഞ 4 വർഷങ്ങളായി സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന ദിവസങ്ങളിൽ മറ്റും സന്ദർശകരെ അനുവദിക്കാറില്ല. ആയതിനാൽ അന്വേഷിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം 100 കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് കണ്ടുപോകുന്നു. ഇത്രയ്ക്ക് പഴമയുള്ളതും അത്ഭുതം നിറഞ്ഞതുമാണ് വരിക്കാശ്ശേരി മന. മലയാളികളുടെ ഒരു സ്വകാര്യ അഭിമാനമായി നൂറ്റാണ്ടുകളോളം വരിക്കാശ്ശേരി മന നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള വാസ്തുശാസ്ത്രത്തിന്റെ ഒരു അത്ഭുതമാണ് വരിക്കാശ്ശേരി മന. വീണ്ടും ചെറിയ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. നിങ്ങൾ കൂടെയുണ്ടെന്ന വിശ്വാസത്തോടെ. Memories.